ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ തന്നിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസും തൂക്കി പിടിച്ചുകൊണ്ടാണ് എൻ്റെ ഇന്നത്തെ വരവ്. അപ്പം ഇതൊക്കെ കേട്ടോ പേപ്പറിനകത്താണ്. എന്താ പേപ്പറിനകത്ത് എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. എൻ്റെ മുഖം നല്ല കടന്തൽ കൂട്ടിയിരിക്കുന്നുണ്ടല്ലേ. കടന്തൽ കുത്തിയതൊന്നും അല്ല, ഉറക്കത്തിൽ നിന്ന് ഇപ്പം ഞാൻ എണീറ്റേ ഉള്ളൂ. അപ്പം ഞാൻ എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡ് പോലും കഴിച്ചിട്ടില്ല, പല്ലൊക്കെ തേച്ചിട്ട് നേരെ വന്നിട്ട് വിചാരിച്ചു എന്നാൽ ഈ വീഡിയോ അങ്ങ് സെറ്റാക്കാമെന്ന് അങ്ങനെ എടുത്തുകൊണ്ട് വന്നേക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് എന്നെപ്പറ്റി അറിയാനുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായാൽ മതി, ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാ വീക്കിലും ഞാൻ റിപ്ലൈ തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. കാരണം നമ്മളിപ്പോൾ ഈ ആസ്മയൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ എല്ലാവരും ക്വസ്റ്റ്യൻസ് ഇടുന്നതുകൊണ്ട് നമുക്ക് വേറെ ഫോൺ എടുത്തിട്ട് അതിൽ നിന്ന് ആൻസർ എടുത്തിട്ട് നമുക്ക് കൊണ്ടുവന്ന് പറയാൻ പറ്റും. പക്ഷേ ഇതിലെന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പം പല പല വീഡിയോസിനകത്തായിരിക്കും നിങ്ങൾ വന്ന് പല കമൻസ് നിങ്ങൾ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ ചോദിക്കുക. അപ്പം ഞാനിത് എല്ലാ കമൻസിനകത്തും ഇങ്ങനെ നോക്കിയിരുന്നു എല്ലാ വീഡിയോസിലും നോക്കിയിട്ട് അതിനകത്ത് നിന്ന് വേണം സെലക്ട് ചെയ്തിട്ട് ഞാൻ എഴുതി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഡെഡിക്കേഷൻ നിങ്ങളത് മനസ്സിലാക്കണം. ഓക്കെ, ഞാനപ്പോൾ അധികം ഇട്ട് ലാഗ് ആക്കുന്നില്ല, നമുക്ക് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഗായ്സ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പ്രേമിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? പ്രേമിക്കുന്നവരോട് ഞാൻ എന്താ പറയണ്ടേ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ. പ്രേമമൊക്കെ ഒരു സ്നേഹം, അതൊക്കെ ഒരു അടിപൊളി സംഭവമാണ് ഗൈസ്. നല്ല പ്യുവറായിട്ടുള്ള ലഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സംഭവമാണ് ഫീൽ ചെയ്യാനായിട്ട്. പക്ഷെ അത് പ്യുവർ ആയിരിക്കണം. പിന്നെന്താ, റിലേഷനൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് കൂട്ട്. ഇപ്പോൾ സപ്പോസ് അത് ബ്രേക്കപ്പ് ആവുകയാണെന്നുണ്ടെങ്കിലും കറണ്ട് വരെ പോയി ഇവിടുത്തെ അടിപൊളി. ഓക്കെ, അപ്പം റിലേഷനൊക്കെ നിങ്ങൾ തുടങ്ങുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ കാണിക്കുന്ന ആ മനസ്സ്, അതിപ്പോൾ നിങ്ങളുടെ ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാകുമ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ കാണിക്കണം. അത്രേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫൊന്നും കൊണ്ട് കളയാനായിട്ട് നിങ്ങൾ നിൽക്കരുത്. അതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുമ്പോൾ എൻ്റെ ഹൈറ്റും വെയിറ്റും. എൻ്റെ ഹൈറ്റ് ഞാൻ 153 എന്തോ കണ്ടേ ഉള്ളൂ. എനിക്ക് ഹൈറ്റ് ഇച്ചിരി കുറവാണ്. ഞാൻ 153 എന്തോ ആണ് എൻ്റെ ഹൈറ്റ്. വെയിറ്റ് ഞാൻ 42 43 42 ഓർ 43 അതിൻ്റെ അകത്തെന്തോ ആണ്. ഹൈറ്റും എൻ്റെ വെയിറ്റും കുറവാണ് ഗൈസ്, കുറവാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാരീഡ് ആണോ എന്ന്. അത് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ചോദിക്കുന്നത് വെച്ചാൽ എനിക്ക് അറിയാൻ വയ്യ. ചിലപ്പോൾ ഞാൻ ചില വീഡിയോസിലൊക്കെ ഈ നമ്മുടെ കുറി ഇടത്തില്ലേ, സിന്ദൂരം, അത് തുടർന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്. ചിലപ്പം അതായിരിക്കും. ഞാൻ ആ സിന്ദൂരം അങ്ങനെ ഇടാറെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ചെറുതിലോട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സിന്ദൂരം ഇടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാനിങ്ങനെ നമുക്ക് നമ്മുടെ നെറ്റിയിലൊക്കെ ഇടുന്ന കുറി കിട്ടത്തില്ലേ, ആ കുറിയൊക്കെ കിട്ടുമ്പോഴത്തേനും ഞാനത് എടുത്തിട്ട് കൊണ്ടുപോയി ഞാനിങ്ങനെ പണ്ട് തൊട്ട് ഞാനിങ്ങനെ സിന്ദൂരമായിട്ട് ഇടാറുണ്ട്. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സിന്ദൂരം ഇടുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാനങ്ങനെ ചിലപ്പം വീഡിയോ ചെയ്യുമ്പോഴത്തേനും അങ്ങനെ ഇടുവന്നേ ഉള്ളൂ. അല്ലാണ്ട് എൻ്റെ മാരേജ് ഒന്നും കഴിഞ്ഞൊന്നുമല്ല ഗൈസ്. ഞാൻ കുട്ടിയാണ്, മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ വഴക്ക് പറയും അങ്ങനെ സിന്ദൂരം ഒന്നും ഇടരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിനിപ്പോൾ എന്താ വെച്ചാൽ ഇട്ടാലെന്താ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഞാൻ ഇടാറൊക്കെ ഉണ്ട്. എനിക്കിങ്ങനെ തോന്നുമ്പോൾ ഞാൻ ചിലപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ചുമ്മാ എടുത്തിട്ടുണ്ട് നിൽക്കും. എനിക്ക് അതേ കൂട്ടി ഈ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതിൽ ഗേൾസൊക്കെ ഇല്ലേ, അവരിങ്ങനെ ഈ സിന്ദൂരമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വലിയ മാലയൊക്കെ ഇട്ടേക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുഞ്ഞിലോട്ടേക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കാണാനായിട്ട്. സോ ഞാനിങ്ങനെ സിന്ദൂരം ഇടുന്നില്ല. അല്ലാണ്ട് എൻ്റെ മാരേജ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ബേബി ഉണ്ടോന്ന്, കൊച്ചുങ്ങളുണ്ടോന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞില്ല, പിന്നെ എൻ്റെ കുറ്റിപ്പാടുന്നു അങ്ങനൊന്നുമില്ല ഗൈസ്. ഓക്കെ, അടുത്ത വെർജിൻ ആണോ ചേച്ചി? നോട്ടി ബോയ്. അതൊക്കെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതൊക്കെ എന്തിനാണ് നിങ്ങൾ അറിയുന്നത്? നിങ്ങൾ അതിപ്പോൾ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും നമുക്ക് ഇവിടെ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല കൈസ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ എന്തിനാണ്? ഓക്കെ, അടുത്തത് ചേച്ചി ചതിക്കപ്പെട്ടിട്ടുണ്ടോ ലൈഫിൽ എപ്പോഴേലും? ചതിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് ഗൈസ്. ഇപ്പോൾ ഇപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾ ട്രസ്റ്റ് ചെയ്യാത്ത ഒരാളിൽ നിന്ന് നമ്മൾ ഒരിക്കലും നമ്മൾ ചതിക്കപ്പെടത്തില്ല. ബട്ട് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നതും നമ്മൾ ഒരുപാട് ട്രസ്റ്റ് കൊടുക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളിനെ അവരെ കൊണ്ട് പറ്റുള്ളൂ നമ്മളിനെ ചതിക്കാനായിട്ട്. അപ്പം എൻ്റെ ലൈഫിൽ അതേപോലെ
ഉണ്ടായിട്ട് കൊണ്ട് ഒന്നൊന്നുമല്ല ഗൈസ്, കുറേ അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പം ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ ഞാൻ സ്നേഹം കൊടുത്ത കുറേ ആൾക്കാർ കുറേ പ്രശ്നങ്ങളൊക്കെ അവരങ്ങനെ ആക്കിയിട്ടുണ്ട്. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ലൈഫാണ്, എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫിനൊരു ഒരു ഫ്ലോ എത്തുള്ളൂ. സോ ഞാൻ അതൊക്കെ ബട്ട് നമ്മളിങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അതൊക്കെ ഓരോ ലെസൺസ് ആണ് നമുക്ക്. ഇത് നമ്മളിങ്ങനെ നിൽക്കരുത്, ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ റിലേഷൻഷിപ്പിനകത്താവട്ടെ, ഇനി നമ്മൾ ഇതേ കൂട്ട് നിൽക്കരുത് എന്ന് നമ്മളെ മനസ്സിലാവാനായിട്ട് ആ ഒരു ചതി നമുക്കത് നമ്മളെ പഠിപ്പിക്കും ഗൈസ്. എനിക്കതാണ് മനസ്സിലായത്. ഞാൻ പിന്നെ അതിനുശേഷം ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നാവട്ടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്നാവട്ടെ, അങ്ങനത്തെ ഒരു സംഭവം കിട്ടുമ്പോഴത്തേനും നമ്മളത് പഠിക്കും. അപ്പോൾ നമ്മളുടെ ലൈഫിൽ പിന്നീട് ഒരിക്കലും നമ്മൾ ആ ഒരു തെറ്റ് നമ്മൾ ചെയ്യത്തില്ല. ഞാൻ അങ്ങനെയാണ്. ഞാൻ പിന്നീട് ഒരിക്കലും എൻ്റെ ലൈഫിൽ അങ്ങനത്തെ വേറൊരാൾക്കും കൂടെ അതേ സെയിം കാര്യത്തിൽ തന്നെ ചീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഞാൻ കൊണ്ടുവെക്കാറില്ല. സോ ചതിക്കപ്പെടുന്നതൊക്കെ ലൈഫിൻ്റെ ഭാഗമാണ് ഗൈസ്. അടുത്തത് ചേച്ചി യൂട്യൂബ് ഇൻകം. ഗൈസ്, എൻ്റെ യൂട്യൂബ് ഇൻകം എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് മിക്കപ്പോഴും ഇങ്ങനെ ചോദിക്കുകയാണ്. എൻ്റെ നെയ്ബേഴ്സൊക്കെ ആവട്ടെ, വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ആവട്ടെ, എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ് യൂട്യൂബിൽ നിന്ന് ഇൻകൊക്കെ കിട്ടി തുടങ്ങിയോ എന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇല്ല. എൻ്റെ ചാനൽ ഇതുവരെ മോണിറ്റൈസേഷൻ എനിക്ക് ആയിട്ടില്ല. അതിൻ്റെയൊക്കെ പ്രൊസീജിയറൊക്കെ നടക്കുന്നതൊക്കെ ഉള്ളൂ. എനിക്ക് മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇപ്പം എൻ്റെ അടുത്ത് മിണ്ടുന്നവരൊക്കെ, ചാനൽ കാണുന്നവർ പറയുന്നത് കുറേ നീ വാരിക്കൂട്ടുന്നുണ്ടാവുമെന്ന്. തോന്നലുണ്ട്. മോണിറ്റൈസേഷനൊക്കെ ആവുന്നേ ഉള്ളൂ, അതിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അത്യാവശ്യം എൻ്റെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി പ്രൊസീജിയറൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി പാലക്കാട് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? പാലക്കാട് പോയിട്ട് ഞാൻ ഇവിടുന്ന് ആകെ പോയിട്ടുള്ളത് ട്രിവാൻഡ്രത്താണ്. ഞാനങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ യാത്രയൊന്നും ചെയ്യുന്ന ഒരാളൊന്നും അല്ല. ആഗ്രഹം കൊണ്ട് ഗൈസ്, ബട്ട് ഞാൻ അങ്ങനെ പോയിട്ടൊന്നുമില്ല. അവിടെ ദൂരെ അങ്ങനെയൊന്നും പോയിട്ടില്ല. ഞാൻ ആകെ പോയിട്ടുള്ളത് ട്രിവാൻഡ്രം, പിന്നെ ഇവിടെ എൻ്റെ കൊല്ലത്ത് തന്നെ അങ്ങനെ അവിടെയൊക്കെ ഞാൻ പോയിട്ടുള്ളൂ. അല്ലാണ്ട് അങ്ങനെ ദൂരെ ഒന്നും പോയിട്ടില്ല. ഇപ്പോൾ പിന്നെ എൻ്റെ അഡ്മിഷനൊക്കെ എടുത്തത് ബാംഗ്ലൂർ ആയതുകൊണ്ട് ബാംഗ്ലൂരോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ പാലക്കാട്, കൊച്ചി, ട്രിവാൻഡ്രം, പാലക്കാട്, കൊച്ചി അവിടെയൊക്കെ ട്രെയിനിൻ്റെ മറ്റേ അതിനകത്തുള്ള ബോർഡ് കാണത്തില്ലേ, അങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ വന്നിട്ടില്ല. പാലക്കാട് എന്നല്ല, ഞാനങ്ങനെ ജോബ് ഭയങ്കര പോരാ. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്, അത് കണ്ടുകൊണ്ട് അവൻ കുറയ്ക്കുന്നുണ്ട്. അവൻ്റെ സൗണ്ടിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആവും. നിങ്ങളതൊന്ന് ഇഗ്നോർ ചെയ്താൽ മതി, മൈൻഡ് ചെയ്യണ്ട. ഓക്കെ. അപ്പം ഞാനങ്ങനെ പാലക്കാടൊന്നും വന്നിട്ടില്ല. പിന്നെ വരണം എന്നുണ്ട് ഗൈസ്. ഞാൻ എപ്പോഴേലും എൻ്റെ ലൈഫിൽ എപ്പോഴേലൊക്കെ ഞാൻ വരും. ലൈഫല്ലേ, എപ്പോഴേലും വരണം. ഞാനിങ്ങനെ എപ്പോഴും തിങ്ക് ആക്കുന്നൊരു കാര്യമാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചേച്ചി ചേച്ചി എന്ന് വിളിക്കുന്നത്? എനിക്ക് അത്രയ്ക്ക് ഏജ് ഒന്നും ഇല്ല. ചേച്ചി വിളിക്കുന്നത് നിങ്ങൾ കുഞ്ഞാന്ന് വിളിച്ചോളൂ ഗൈസ്, അതൊരു പ്രശ്നമാണ്. അടുത്തത്, ചേച്ചി ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുത്തത്? ഞാൻ അഡ്മിഷൻ എടുത്തത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ RR കോളേജിലാണ് എടുത്തത്. അതിൻ്റെ ഫുൾ ഫോം എന്താ, രാജറെഡ്ഡിന്നോ അങ്ങനെ എന്തോ കണ്ടാണ് അതിൻ്റെ ഫുൾ ഫോം. അവിടാണ് ഞാൻ അഡ്മിഷൻ എടുത്തത് നഴ്സിങ്ങിന്. ഓക്കെ. അടുത്ത, എത്ര ഏജിൽ കെട്ടണം എന്നാണ് ആഗ്രഹം? എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഇന്ന ഏജിൽ കെട്ടണം അങ്ങനൊന്നും അങ്ങനൊന്നും ഇല്ല. എനിക്കിപ്പോൾ പോയിട്ട് എനിക്ക് എവിടെയെങ്കിലും എനിക്കിപ്പോൾ ഞാൻ പറയട്ടെ, എനിക്കിപ്പോൾ കൂടുതലും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ യൂട്യൂബിൻ്റെ കാര്യത്തിൽ, പിന്നെ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. ഞാനിങ്ങനെ അല്ലാണ്ട് ഞാനിങ്ങനെ ഇന്ന ഏജിൽ കെട്ടണം അങ്ങനെ ഞാൻ ഇതുവരെ തിങ്ക് ആക്കിയിട്ടില്ല. എന്താണെന്നറിയില്ല, ഞാൻ അതിനെപ്പറ്റി ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഇന്ന ഏജിൽ എനിക്ക് കെട്ടണം, ഇന്ന ഏജിൽ അങ്ങനെ ഞാൻ അങ്ങനൊന്നും തിങ്ക് ചെയ്തിട്ടില്ല ഗൈസ്. അതൊക്കെ എപ്പോഴേലും നമുക്ക് തോന്നുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഗൈസ്. അടുത്ത, മുന്നേ റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ, അത് എത്ര ഇയർ ഉണ്ടായിരുന്നു? അതൊരു 3.5 എന്തോ 3.5 4 അടുപ്പിച്ചെന്തോ കണ്ട് ഉണ്ടായിരുന്നു ആ റിലേഷൻ. ഞാൻ തന്നെ എഴുതി വെച്ചതാ, പക്ഷെ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഇനി പ്രേമിക്കാൻ തോന്നിയ ആരേലും ഉണ്ടോ? ഇല്ല ഗൈസ്. അങ്ങനെ
ഇല്ല, ഞാൻ ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ അങ്ങനെ ലവിനോട് അങ്ങനെ ഭയങ്കര എന്തോന്നൊന്നും ഇല്ല എനിക്കിപ്പം. എനിക്കിപ്പം എൻ്റെ മൈൻഡൊക്കെ ഫുള്ള് എന്താ, നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യണം, പിന്നെ എനിക്ക് ജോബൊക്കെ ആവണം, പപ്പേനെ മമ്മീനെയൊക്കെ നോക്കണം, അങ്ങനെ ഒരു മൈൻഡ് എനിക്കിപ്പോൾ. അല്ലാണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് അതേ കൂട്ടി എങ്ങനെ മാരേജിനോടോ അല്ലെങ്കിൽ ലവിനോടോ ഒന്നും ഞാനിപ്പം തിങ്ക് ചെയ്യുന്നില്ല. പിന്നെ ബൈ ചാൻസ് നമ്മളുടെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നുമോ ഇല്ലയോ എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഇതുവരെ ഞാൻ അങ്ങനത്തെ കാര്യം ഞാൻ ഇപ്പം അങ്ങനെ തിങ്ക് ചെയ്യുന്നില്ല. അങ്ങനെ അങ്ങനെ ക്രഷ് തോന്നിയോ ഇന്നാളെ എനിക്കങ്ങ് അങ്ങനെ പ്രേമിച്ചാൽ കൊള്ളാം അങ്ങനൊന്നും തോന്നി ആരും ഇപ്പം ഇല്ല ഗൈസ്, ആരുമില്ല. കുറച്ച് വെള്ളം കുടിക്കട്ടെ, സൗണ്ട് കൂടി. ഇതെൻ്റെ ആൻറ്റി എനിക്ക് തന്നു വിട്ടയാ, മക്കള് ബാംഗ്ലൂർ കൊണ്ട് വെള്ളം കുടിക്കുന്ന പറഞ്ഞിട്ട് തന്നു വിട്ട സംഭവമാണിത്. ഓക്കെ. ഓൺലൈൻ ബൊട്ടീക്ക് ഓൺലൈൻ ബൊട്ടീക്ക് തുടങ്ങും ചേച്ചി അല്ലേ? ഞാനും ഇങ്ങനെ ആലോചിക്കണുണ്ടായിരുന്നു പറ്റിയിട്ട്, ഇങ്ങനെ ഒരു ഓൺലൈനായിട്ട് കുറച്ച് ബൊട്ടീക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ബൊട്ടീക്ക് തുടങ്ങണമെന്ന് ഞാനും ഇങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ട്. പരിഗണിക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാനത് തിങ്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദേഷ്യം വരാറുണ്ടോ? അയ്യോ, എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാറുണ്ട്. എനിക്ക് എൻ്റെ മുന്നോ എനിക്ക് അറിയത്തില്ല, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ബട്ട് അത് എന്താ പറയാ, കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ഞാൻ അന്നേരം ദേഷ്യപ്പെടുന്ന കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേനും ഞാൻ ഓക്കെ ആവും. ആ ഒരു 5 മിനിറ്റ് എന്തായാലും ഞാനിങ്ങനെ ദേഷ്യപ്പെടുത്തുള്ളൂ. പക്ഷേ ആ ദേഷ്യപ്പെടുന്നത് ഭയങ്കര ദേഷ്യമായിരിക്കും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെയാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ് എൻ്റെത്. ബട്ട് അത് ആ ഒരു 5 മിനിറ്റത്തേക്കേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ മറന്നു പോകും, എന്തിനാ ദേഷ്യപ്പെട്ടെന്ന് പോലും ഞാൻ മറന്നു പോകും. പിന്നെ അങ്ങോട്ട് ഞാൻ മിണ്ടും, എന്തുവാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ മിണ്ടും. പക്ഷെ എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കലി. ആ സമയത്ത് എൻ്റെ അടുത്ത് എന്നെ പിടിച്ച് എനിക്ക് എന്നെ കിട്ടാറില്ല ഗൈസ്. ബട്ട് ഞാനൊരു പാവമാണ്, ബേസിക്കലി ഒരു പാവമാണ്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നാലും കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറുന്നത്. പെട്ടെന്ന് മാറും, പെട്ടെന്ന് മാറും. കുറച്ചേരം മിണ്ടാണ്ടിരുന്നാൽ മതി. എനിക്കൊന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ദേഷ്യം അന്തരമേ പോകും. ദേഷ്യം വരാറുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാറുണ്ട്. എനിക്ക് അറിയത്തില്ല, ഈ ഇടയായിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം, ദേഷ്യത്തിൻ്റെ ഒരു സംഭവം, പെട്ടെന്ന് ദേഷ്യം വരുന്നത്. അടുത്തത്, പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായതിൽ എനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട് ചേച്ചി, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടേ? പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായതിൽ ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ അതിലങ്ങനെ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇപ്പം ആ റിലേഷൻ ഇപ്പോൾ എന്താ പറയുന്നത്, ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു 1 മന്തോ അല്ലെങ്കിൽ 2 മന്തോ മാത്രമെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇപ്പം അല്ലെങ്കിൽ 3 ഇയേഴ്സ് ഒക്കെ ആയിക്കോട്ടെ. ബട്ട് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ റിലേഷൻഷിപ്പ് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തന്നിട്ടുള്ള ഒരു സംഭവമായിരിക്കും. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സംഭവമായിരിക്കും ആ റിലേഷൻഷിപ്പ്. അന്നേരം ആ മര്യാദയ്ക്ക് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഭയങ്കര സ്നേഹമായിട്ട് ഇരുന്ന ടൈമിൽ നിങ്ങൾക്കത് അത്രയും ഹാപ്പിനെസ് ഒക്കെ തന്ന്, ഇപ്പം രാവിലെ എണീക്കുമ്പം തന്നെ ആ ആളുടെ ഒരു മെസ്സേജോ ഇതിൽ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ വരുന്നൊരു സംഭവമായിരിക്കും. അപ്പം നിങ്ങളെ അത്രയും ഓക്കെ ആക്കി വെച്ചൊരു സംഭവമായിരിക്കും ആ ഒരു റിലേഷൻ. അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ അത്രയും ബ്യൂട്ടിഫുൾ മെമ്മറീസ് നിങ്ങൾക്ക് തന്ന് ആ ഒരു സംഭവത്തിന് എന്തിനാണ് നമ്മൾ ഇനിയിപ്പോൾ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? മനസ്സിലായോ നിങ്ങൾക്ക്? എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചാൽ, ഇപ്പം എൻ്റെ പാസ്റ്റിൽ എനിക്കിപ്പം ഇപ്പോൾ ഒരു റിലേഷൻ ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ പാസ്റ്റിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഞാൻ ഓക്കെ ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തന്നിട്ടുള്ള ഒരു സംഭവമായിരിക്കും. നമ്മളെല്ലാം ഷെയർ ചെയ്യുന്ന ഒരാളായിരിക്കും അത്. അപ്പം നമ്മൾ അത്രയും ഓക്കെ ആക്കി വെച്ചൊരു സംഭവമല്ലേ ആ ഒരു റിലേഷൻഷിപ്പ്. അതപ്പോൾ ബ്രേക്ക് ആകുമ്പോഴത്തേനും പിന്നെ അതിൽ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ അത്രയും എൻജോയ് ചെയ്തൊരു സംഭവമാണ്. അതിനെ ഓർത്ത് ഒരിക്കലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെയെന്ന് വെച്ചാൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ കുറേ ഉണ്ടായിരിക്കും. ഇപ്പോൾ അത് ബ്രേക്ക് ആയെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഉണ്ടായ ഫോൾട്ടുകളോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരാളോട് അപ്രോച്ച് ചെയ്യണം നിൽക്കണം എന്നൊക്കെയുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. സോ അതൊക്കെ നമ്മൾ എടുത്തിട്ട് ഇനി ഒരു റിലേഷൻ ഉണ്ടാകുമ്പോഴത്തേനും അതിൽ അപ്ലൈ ചെയ്യുക. ആ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്ന് പഠിച്ച ലെസൺസ് ഇനി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്യുക മാത്രമേ ചെയ്യാവൂ. അല്ലാണ്ട് നിങ്ങളിങ്ങനെ റിഗ്രറ്റ് അടിക്കേണ്ടുന്ന ഒരു കാര്യമില്ല. ഇപ്പം ഒരാളുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു, അത് പറയുന്നതിന് എന്താ, അതൊരു ഗൈസ് അതൊരു തെറ്റല്ല. നിങ്ങൾ അങ്ങനെ തിങ്ക് ചെയ്യാണ്ടിരിക്കുക, അതൊരു തെറ്റൊന്നും അല്ല. ഇപ്പം നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നി, അതൊന്നും ഒരിക്കലും ഒരു തെറ്റല്ല.
അതേ കൂട്ട് റിലേഷൻഷിപ്പ്. അതിൽ റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം നിങ്ങളത് അത്രയും ഓക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾ ഭയങ്കര പ്യുവറായിട്ട് നിങ്ങൾ കൊണ്ടുവരുന്നൊരു സാധനമാണത്. സോ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളത് ഭയങ്കര പ്യുവറായിട്ട് നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരുന്നൊരു സംഭവമാണത്. അതിനെ ഓർത്ത് ഒരിക്കലും നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അതൊരു തെറ്റല്ല നിങ്ങൾ ചെയ്യുന്നത്. അതൊരു അടിപൊളി ലവ് ഈസ് സംതിങ് അത്രയും അടിപൊളിയായിട്ടൊരു ഒരു സംഭവമാണത്. അതിന് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. ഇത്രയല്ല, കുറേ ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്നൊരു 15 മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു 15 ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസും ഡൗട്ടും ഒക്കെ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടോളൂ ഗൈസ്. ഞാൻ അതിൽ നിന്നും എടുക്കാം. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ സാറ്റർഡേ അല്ലെങ്കിൽ ഫ്രൈഡേ വല്ലതും ആസ്ക് മീ ഇടാം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ചോദിക്കാനുള്ള കുറേ കാര്യങ്ങളും കൂടെ നിങ്ങൾ അതിൽ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ട് വരാൻ കുറച്ചും കൂടെ എനിക്ക് എളുപ്പമാവും ഗൈസ്. അപ്പം എന്താ പറയാ, അപ്പോൾ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും സംഭവങ്ങൾക്ക് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് ഇതേ കൂട്ട് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ഞാൻ ഇനിയും വരും ഉറപ്പായിട്ടും ഞാൻ ഇനിയും വരും. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഞാൻ പോവുകയാണ്. ഇനി പോയിട്ട് വല്ലതും കഴിക്കട്ടെ. വിശക്കും. ഞാൻ എണീറ്റിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് പല്ലും തെറ്റി നേരെ ഇവിടെ വന്നിരുന്ന് വീഡിയോ ചെയ്യുകയാണ്. ഞാൻ പറയുമ്പോൾ എന്താ അറിയില്ല, എനിക്കിങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തിരിഞ്ഞു പോകും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അപ്പോഴത്തേനും ഷോർട്സിനകത്ത് തന്നെ ആണെങ്കിൽ തന്നെ സ്പീഡിലും കൂടെ പറഞ്ഞാൽ പോകുന്നുണ്ടെങ്കിൽ തീർന്നു എനിക്ക് ഭയങ്കരമായിട്ട് തെറ്റിപ്പോവും. അതാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെറ്റിപ്പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പോയിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഒരടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഗൈസ്. ബൈ.